അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻ ക്രാഫ്റ്റ് തന്നെ. വേറെന്ത് മൈൻ ക്രാഫ്റ്റ് ബീറ്റ എന്ന് പറയുന്ന ഗെയിമായിട്ട് നമ്മളെ വീഡിയോ. നമ്മളിന്ന് പുതിയൊരു പരാറ്റ പുതിയൊരു വീട്, അത് ഇതിലല്ല കേട്ടോ, ക്രിയേറ്റീവിലാക്കിയിട്ട് നമ്മളൊരു പുതിയ പരാറ്റ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യേ. അപ്പോൾ അതാണ് നമ്മളെ പെര ഗായ്സ്. അപ്പോൾ നമ്മൾ വല്ലാതെ വൈകിട്ടില്ല, നമ്മൾ പുതിയൊരു പെര വെച്ചാൽ പോകട്ടോ. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീവിലാണ്, നമ്മൾ സർവൈവലിലല്ല. ക്രിയേറ്റീവ് മോഡ് അറിയാത്തവർ നമുക്ക് കാണിച്ചു തരാം എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സെറ്റിങ്സിക്ക് പോവാം. മൈൻക്രാഫ്റ്റിൽ തന്നെ സെറ്റിങ്സിക്ക് പോവാം. ഇങ്ങനെ കയറുമ്പോൾ ഇതേപോലെ തന്നെ കയറാം. അങ്ങോട്ട് ഇത് കയറിയിട്ട് ക്രിയേറ്റീവിൽ സർവൈവൽ അഡ്വഞ്ചർ ഉണ്ടാവും. ഇതിൽ ക്രിയേറ്റീവിൽ എടുത്താൽ നമുക്ക് പറഞ്ഞെടുക്കാം എന്തും കാട്ടാം. അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ട് അടിച്ചു പൊളിച്ച് പോകാമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെ തന്നെ തോന്നുന്നുട്ടോ, ഞാൻ അറിയില്ല എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് ഞങ്ങൾ പറഞ്ഞുതരുള്ളൂ. പക്ഷെ എല്ലാം ഉറപ്പില്ല. സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ഇതൊക്കെ അല്ലേ, നമ്മൾ ചാടിച്ച് കഴിഞ്ഞാൽ അപ്പം ചാവും. അങ്ങനത്തെ ഒരു ഹെൽത്തിലായ ഗെയിമാണത്. അപ്പോൾ ഇതാണ് ക്രിയേറ്റീവിൽ ഇതും തമ്മിൽ വ്യത്യാസം. അപ്പോൾ രാത്രി ആയിക്കോട്ടെ, നമുക്ക് നേരെ കടന്നുറങ്ങാം. ഇവിടെ നാളെ രാവിലെ. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ രാവിലെ ആയിക്കും കേട്ടോ. നമ്മൾ മൈൻക്രാഫ്റ്റിൽ രാവിലെയാണ്. അപ്പോൾ നമ്മൾ ഇനി പെര കയറ്റുന്നത് എവിടെയെന്ന് പറഞ്ഞതല്ലേ ഉണ്ടോ. പെര നല്ലൊന്ന് കയറ്റുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തല്ല കേട്ടോ. നമ്മൾ ആദ്യത്തെ പെരയുടെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ കയറ്റുന്നത്. അതിന് മുമ്പ് ഈ സാമാജികളൊക്കെ പൊളിച്ച് കളയട്ടെ. ഇത് വേണ്ട നമുക്ക്. ഇത് പൊളിച്ച് കളയുന്നതിന് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. എന്നാളിച്ചൊരു ഇതുണ്ടാവാം. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാട്ടോ. ഇത് റെഡ് സ്റ്റോൺ ഡസ്റ്റ് ആട്ടോ. റെഡ് സ്റ്റോൺ ഡസ്റ്റ് ആണ്. ചോര പോലെ കിടക്കുക. റെഡ് സ്റ്റോൺ ഡസ്റ്റ് അറിയാത്തവർക്ക് അറിയണമെന്നാ റെഡ് സ്റ്റോൺ എന്താന്ന് എത്രയാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആയിട്ട് ഇവിടെ കാണിച്ചു തരേണ്ടത്. ഫസ്റ്റ് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് മാടട്ടോ. നമുക്ക് മാടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാവി ഇതൊക്കെ ഉണ്ട് മൂട. അത്ര തന്നെ ഇല്ല, ഇന്നില്ല. ലാവിയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ അത് പൊളിച്ചാൽ അങ്ങോട്ട് ഇവിടെയില്ല, ഇവിടെയില്ല, ഇവിടെയില്ല. നല്ലൊരു ഗ്രൂപ്പ് പ്രകാരം അത് വിശ്വാസമായിക്കോട്ടെ. ബാക്കിയൊന്നുമില്ല, അങ്ങനൊന്നോട്ടെ. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തെന്ന് കരുതുന്നു. അതേപ്പത്തിന് പെര അയച്ചാൽ തുടങ്ങും കേട്ടോ. നമ്മൾ മരം കൊണ്ടാണ് കേട്ടോ പെര അയക്കുന്നത്. നമ്മൾ രണ്ടാമത്തത് മരം കൊണ്ടാണ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് മരം വുഡ് വേണം. നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ അടുത്ത് ഉണ്ട് വുഡ്. ഇത് നമുക്കിങ്ങനെ പോയിട്ട് എടുക്കാം. വുഡൊക്കെ ചെയ്യാം. നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിതാ ചെറിയ നിരപ്പാക്കി എടുത്തുകൊണ്ടോ ഗായ്സ്. ഇവിടൊക്കെ നിറച്ച് കട്ട് ചെയ്യുന്നതായി ഈ മണ്ണിൻ്റെ കളർ കാണുന്നിടത്തൊക്കെ വീട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നിരപ്പാക്കി എടുത്തു. അത്ര തന്നെ. നീര് വാകുമ്പാടെ ഷേപ്പാക്കി എടുത്താൽ മതി. അത് സംഭവം
സെറ്റായി. അത് നമുക്ക് ഇങ്ങനെ ഈ ഭാഗം പാടെ സെറ്റാക്കി എടുക്കട്ടെ ഗൈസ്. അപ്പം നമ്മളിത് അവിടെ നിന്ന് അപ്പം നമ്മൾ ഈ ഒരു ഭാഗവും കൂടി ഇതാക്കി എടുക്കണം. ഏകദേശം ഷേപ്പ് വെക്കണം പാടാം കേട്ടോ. അത് ഈ ഒരു ഭാഗം നമ്മൾ ഷേപ്പാക്കി എടുത്തുകൊണ്ട് ഈ ഒരു എഡ്ജും കൂടി നമുക്ക് ഇങ്ങനെ ക്ലിയർ ആക്കി എടുത്താൽ മതി. അത് വേണ്ട, അതങ്ങനെ ഉണ്ടോട്ടെ. ഈ ഒരു ഭാഗം ക്ലിയർ ആക്കി എടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു മണ്ണോട് തന്നെ കേട്ടോ അടച്ചുള്ളിപ്പോൾ വേറെ മണ്ണൊന്നും ഇരിക്കില്ല. ഇവിടെ കത്തിച്ചില്ല മണ്ണോ അങ്ങനൊന്നും ഇരിക്കില്ല. നമ്മൾ ഇതുകൊണ്ട് തന്നെ നടക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു എഡ്ജ് ഇങ്ങനെ കിട്ടാതെ ഈ ഒരു രീതിക്ക് ഷേപ്പ് കാര്യങ്ങളും കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ഇതില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതായിക്കോളൂ. ഇനി നമ്മൾ പേര അയച്ചാൽ ഇങ്ങോട്ട് രാത്രി മൊത്തം പണിയാണ്. ഫുൾ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പണി. ഇവിടെ കാണാം അതുപോലെ ഈവാടി അത് തരാം. അത് വേണ്ട, അണ്ടർഗ്രൗണ്ട് ആക്കി എടുത്താലോ? എങ്ങനെ നിങ്ങൾ അറിയിക്കും കേട്ടോ. അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കും. ഈ പേരുടെ അടിയിൽ അണ്ടർഗ്രൗണ്ട് എന്തായാലും ഉണ്ടാക്കും. കറക്റ്റല്ലേ? കറക്റ്റന്നെ. പിന്നെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇത് വേണം. ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇത് വേണം. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടതാ ഇനി അറ്റത്തേക്ക് വന്നിട്ടതാ ഇവിടെ വന്നിട്ടതാ ഇവിടെ ഇത് വേണം. ഇവിടെ നല്ലതാട്ടോ. അപ്പോൾ ഇങ്ങനെ മോഡലിലാട്ടോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ തൂണും കാര്യങ്ങളും ഇപ്പം തന്നെ ഇട്ടിച്ച് പോവാണ്. 4 1 2 3 4 1 2 അപ്പോൾ ഈ ഒരു ഭാഗത്ത് തൂണും കാര്യങ്ങളും എടുത്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തും പോലെ തൂണും കാര്യങ്ങളും ഇട്ട് വെച്ചിട്ട് നമുക്ക് പോകട്ടോ. അതുകൊണ്ട് നീളം കൂടുകയാണെങ്കിൽ നമുക്ക് നാളെ വന്നിട്ട് ക്ലിയർ ചെയ്യാക്കാം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. അതിന് പറ്റുള്ളൂ. ക്രീപ്പറും മറ്റേ ജന്തുക്കളൊക്കെ പോട്ടാൽ നമുക്ക് പെര ഉണ്ടാക്കൽ നടക്കില്ലെന്ന്. ഈ ഒരു പെര ഏകദേശം ഒരു കൃത്യ അളവിലാണ്. ഞാനൊരു വീഡിയോ എടുത്തിരുന്നു കേട്ടോ, പക്ഷെ ഇട്ടിട്ടില്ല. ഇട്ടുക്കണു വീഡിയോ ഇട്ടുക്കണു. അതിൽ സങ്കടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നുമില്ല. ഇതിൽ എന്താണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ല. TNT സ്റ്റോർ റൂമാണ് അതിൻ്റെ. TNT സ്റ്റോർ റൂമാണ് അത്. നമ്മൾ കടന്നുറങ്ങിയിട്ട് നേരെ രാവിലെ എന്നാടോ തോമ്പി ആ സൗണ്ടൊക്കെ കേൾക്കുന്നു. സൗണ്ട് വിട്ടോ നമുക്കത് കേൾക്കില്ല. സോമ്പിയൊന്നും പോവാത്ത ക്രീപ്പറൊന്നും എന്ത് പോവാത്ത രാവിലെ ഇടോ അങ്ങോട്ട് പോവാ രാവിലേക്കും. ക്രീപ്പറൊന്നും പോകണമെന്നില്ല. നമുക്ക് അങ്ങനെ പേനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളൊരു മോഡലൊന്നും ഇല്ലാതെ
എളുപ്പമാണ് ഇത് എടുക്കണത് കേട്ടോ. പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങനെ ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ ഇതും ഇങ്ങനെ ഇതും ഇങ്ങനെ. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെ അവിടെയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തോന്നുന്നു. നമ്മൾ ശരിക്കും പെരയച്ചനെ മാതിരി കേട്ടോ കഴിച്ചത്. അല്ലാതെ ഇതിപ്പോൾ അവിടെ ഇട്ടു വെച്ചിട്ടൊന്നും പൊളിഞ്ഞാടാതിരിക്കുന്നല്ല ഇട്ടിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രീപ്പറൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒക്കെ പോയി കഥ. ഇത് മുക്കാലും പൊളിഞ്ഞു. ഇതുപോലെ ഒരു പെര കയറ്റിക്കൊണ്ടിരിക്കും, ഫുള്ളാക്കാനും പറ്റില്ല. അതിനാണ് 2 ക്രീപ്പർ പൊട്ടിട്ട് മാസമായി. അത് ഞാൻ ലൈഫിലോട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്, പക്ഷേ ആ റെക്കോർഡ് പോയി. ഞാൻ ഇത് എടുക്കണ്ടാന്ന്. അപ്പോൾ അതുമുതൽ അങ്ങനെ എടുക്കുന്നത് മോശമല്ലേ. നമ്മൾ അത്യാവശ്യം നല്ല വലിയ വീടും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുതായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് അതേപോലെ ഇങ്ങോട്ട് ഇങ്ങനെ പിന്നെ ഈ ക്രീപ്പർ പറഞ്ഞാൽ ഓണില്ല കേട്ടോ. 2 അടിക്കുള്ളൂ. അപ്പം നമുക്ക് ഒരു റൂമും കാര്യങ്ങളും സെറ്റ് ആക്കും കേട്ടോ. ഇത് നമ്മളെ മുൻഭാഗം തന്നെ. ഇതും വേണം. ഇത് മരടാം, ഇതൊക്കെ മരട കേട്ടോ. റൂഫ് വേറെ കല്ലുകൊണ്ടാണ് കേട്ടോ റൂഫ് ഉണ്ടാക്കുന്നത്. നമ്മൾ 2 നില ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നടക്കും എന്തോ 2 നിലയൊക്കെ അക്കനൊക്കെ പൊളിഞ്ഞ അത് എന്തോ. ഇതിലാണ് നമ്മളൊരു വേറൊരു ഡിസൈനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട്? രസം എന്തോ ഉണ്ടോ? നമുക്ക് ഭംഗിയുണ്ടോ പേരുടെ? ഈ ഒരു സ്പേസ് വളരെ കുറച്ചാട്ടോ. ഇത് കുറച്ച് കൂട്ടിയിട്ടിക്കണം. അത് നമ്മളെ ഫാമിംഗ്. ഇത് നമ്മൾ ആദ്യത്തെ പേര. ഇത് പിന്നെ വില്ലേജ്. ഇത് നമ്മൾ 2ാമത്തെ പേര ഉണ്ടാക്കുകയാണ്. ഒക്കെ നിങ്ങൾക്ക് വേണ്ടി. നല്ല കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയണ്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ റൂഫും സൈഡൊക്കെ പൊടിപ്പിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പെരയൊക്കെ ഇനി മുകളിലേക്ക് എടുക്കണം. നമ്മൾ 2ാമത്തെ നില ഉണ്ടാക്കണം. പെരയും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പെര. നമ്മൾ റൂഫൊക്കെ വെച്ചിട്ടോ കേട്ടോ. ഇത് ഫസ്റ്റ് ഡോർ. ഇത് ബാക്കിലോട്ടേക്കുള്ള റൂം. ഇതൊരു റൂം. പിന്നെ ഇതൊരു റൂം. അതേപോലെ തന്നെ ഇവിടെ റൂമുണ്ട്, പക്ഷെ ഡോറ് വെച്ചിട്ടില്ല. ഇതും വെച്ചിട്ടില്ല. ഇപ്പം വെച്ചേക്കാം നമുക്ക്. വൈകിപ്പിച്ചില്ല അല്ലാതെ അങ്ങോട്ടേ. ഇങ്ങോട്ട് വെച്ചേക്കാം. ഇങ്ങനെ ഗ്ലാസ്സൊക്കെ
അപ്പോൾ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ആയിക്കോളും. നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കണം. ലൈറ്റിന് നമ്മൾ എടുക്കുന്നത് ഏതോ ലൈറ്റ് ഇപ്പോൾ എടുക്കുക. ആ തിളങ്ങുന്ന ലൈറ്റ് തന്നെ ആയിക്കോട്ടെ. എവിടെയാണ് ഇപ്പോൾ തിളങ്ങുന്ന ലൈറ്റ്? മറ്റേ ലിവറൊക്കെ വിളിച്ച കത്തുന്ന ലൈറ്റ് ഉണ്ടാവില്ലേ അത്. എവിടെയാണ് ഇപ്പോൾ ലൈറ്റ് ഗൈസ്? കാണാൻ കേട്ടോ. ലൈറ്റ് അതാക്കും. ലൈറ്റ് കിട്ടുകയൊക്കെ ചെയ്തേക്കണം. അപ്പോൾ ലൈറ്റ് കിട്ടിയ ലിവറും പാടെ കിട്ടിയേ പറ്റുള്ളൂ. ലിവറും കിട്ടിയിരിക്കും ഗൈസ്. ഇവിടെ ലൈറ്റും കാരണം ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. അതിൻ്റെ മുകളിൽ തന്നെ ലിവറും ഇതും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കണം. ഒന്ന് ഇത് ഓണാക്കിയാൽ അത് ഓണാക്കിയാൽ ലൈറ്റ് കത്തും. നാളെ ലൈറ്റും കാര്യമില്ലേക്കും. ഇനി പുറത്തേക്കുള്ള ലൈറ്റ് വേണ്ടേ? പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ ഈ ഇവിടെ അങ്ങനെ വെക്കുന്നത്. ഇവിടെ ലിവർ വെച്ചാൽ ഇത് കത്തും, രണ്ടും കത്തും. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ലിവർ വെച്ചാൽ അത് കത്തും. ലിവർക്കത് കത്തും. ഇതൊക്കെ അങ്ങനെ കത്തിക്കോട്ടെ. സീനില്ല, ലൈറ്റില്ലേ. ഒരു നാൾ ഒക്കെ കറക്റ്റാകേണ്ടതല്ലേ. ഇവിടെ കല്ലിട്ട് മൂടാന്ന് തീരുമാനിച്ചിട്ടോ. ഇത് വേണ്ട, അവിടെ കല്ലിട്ട് മൂടണ്ട. ഇതുണ്ട്, ഗ്ലാസസ് ഉണ്ടായത് കൊണ്ട് അവിടെ കല്ലിട്ട് മൂടില്ല. അപ്പം ഇതിൻ്റെ ജസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ജസ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സോഫ വേണം. സോഫയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വെള്ള കളർ ഇതെടുക്കും കേട്ടോ. ഇതിങ്ങനെ വെച്ച് ഇതേപോലെ ഇവിടെ ഉണ്ടാവും. ഇത് ചിക്കൻ ടിക്ക ബേക്കാം. ചിക്കൻ ടിക്ക അങ്ങോട്ട് മണ്ടിയത്. പോയിട്ട് തരാം നമ്മൾ. അങ്ങനെ അരി ഫിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ലൈറ്റ് വേണം. ഇവിടുത്തെ ലൈറ്റിന് നമുക്ക് ഇവിടെ സ്വിച്ച് എടുത്താൽ കത്തൂല. അതെന്താ അത് കത്തൂല. തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും നല്ലോണം സെറ്റ് ചെയ്യിക്കണം. അതേപോലെ തന്നെ ഇവിടെ സ്വിച്ച് വേണം. ഇവിടെ ലൈറ്റ് വേണം, സ്വിച്ച് വേണം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കേണ്ട ലൈറ്റ് അവിടെ അപ്പോൾ ഇത് സെറ്റ് ചെയ്യിക്കുന്നുണ്ട്. ലിവർ തന്നെ ആയിക്കോട്ടെ, ലിവർ ഫുള്ളൊക്കെ ആയിക്കോട്ടെ. ഓ ചിക്കനൊക്കെ കയറി അന്ന് വിദ്യാനെ ഞാൻ അടക്കം മറന്നിട്ടുണ്ട്. ഈ എന്തൊരു പൊട്ടനാണ്. കടത്തിന് കരുതിയില്ല, പക്ഷെ അടക്കം മറന്നു പോയത്. അപ്പോൾ നമ്മൾ എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ. ഇവിടെ അപ്പോൾ നമുക്ക് അതേപോലെ ആക്കട്ടെ. അപ്പോൾ നമ്മളെ പെര ആണെന്ന് എല്ലാവരും പറയണം. ഇവിടെ വെച്ചില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ മോളിക്ക് എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പെര നമ്മൾ അടുത്ത പാർട്ടിൽ പെര മോളിക്ക് എടുക്കുന്നത് കാണിച്ചു തരാം.